നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ കാണൂ. ഇതുപോലത്തെ അഭ്യാസം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അഭ്യാസം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കയ്യിലുള്ള കാശെല്ലാം എടുക്കൂ. ചേട്ടാ, അനിയ, അമ്മവ, എടുക്ക്. 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോ പാൻ മസാല കിട്ടും. പക്ഷേ ആ പൈസ എടാ, ഇത്രയും ദൂരം വരുന്നല്ലേ, നിനക്ക് സ്കൂട്ടർ എടുത്തിട്ട് വരാൻ പാടില്ലായിരുന്നോ? നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. എനിക്കിനി ഒരടി പോലെ എടുത്തു വെക്കാൻ കഴിയില്ല എന്റെ അമ്മച്ചി, എനിക്കും. എടാ മടിയന്മാരെ, എഴുന്നേൽക്ക്. കുറച്ചു ദൂരം പോലും നടക്കാൻ കഴിയില്ലേ? ഞങ്ങളുടെ വേദന നിനക്കെങ്ങനെ മനസ്സിലാകും? നിനക്കങ്ങ് പറന്നാ മതിയല്ലോ. അവിടെ എന്താണ് നടക്കുന്നത്? ഒരു നാടോടി അവിടെ അഭ്യാസം കാണിക്കുകയാണ്. എങ്കി വാ, നമുക്ക് പോയി നോക്കാം. വേണ്ട, നമുക്ക് ഉടൻ തന്നെ കടക്കാരന് കാശ് കൊടുക്കേണ്ടതാണ്. ഓഹോ, അയാൾ എവിടെയും പോവുകയില്ല. നമുക്കൊരു 10 മിനിറ്റ് അവിടെ പോയി നോക്കാം. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ, മാമന്മാരെ, വരൂ, വന്ന് കാണൂ. അത്ഭുതകരമായി കളി കാണൂ. കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണൂ, അഭ്യാസങ്ങൾ കാണൂ. കുട്ടികളെ, നന്നായിട്ട് കൈയടിക്കൂ. കാണൂ കുട്ടികളെ, അത്ഭുതകരമായ അഭ്യാസങ്ങൾ കാണൂ. വയറിൽ കൂടി നടക്കുന്ന കുട്ടിയെ കണ്ടോളൂ. ഈ അത്ഭുതങ്ങൾ നിങ്ങൾ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല. ഈ അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ കൈയടിക്കൂ സുഹൃത്തുക്കളെ. അവിടെ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൈയടിക്കൂ. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും. ആ സന്തോഷം പ്രകടിപ്പിക്കാനായി കുറച്ച് കാശുകൾ പോക്കറ്റിൽ നിന്ന് എടുക്കൂ. അങ്ങനെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഭൂതം വന്ന് നിങ്ങൾ ഒരുപാട് ശല്യപ്പെടുത്തും. ബാത്റൂമിൽ വരും, കണ്ണുകുത്തി പൊട്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിശുക്ക് കാണിക്കാതെ കയ്യിലുള്ള കാശെല്ലാം എടുക്കൂ. പൈസ കൊടുത്തേക്ക് കൊച്ചളിയ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്ന ഒരു പിടിയില്ല. അതെ അതെ, ജോർദാർ, പൈസ കൊടുക്ക. ഇല്ല, ഇത് പൈസ മോഷണം പോയിരിക്കുകയാണ്. എന്റെ പേഴ്സ് എവിടെയാ പോയത്? എന്റെ പേഴ്സ് എന്റെ വാലറ്റും കാണാതെ പോയിരിക്കുന്നു. പോടാ, നമുക്ക് പോകാം. ഇവരുടെയൊക്കെ വയറ് വലുതാന്നേ ഉള്ളൂ, പക്ഷെ മനസ്സ് ചെറുതാ. അഭ്യാസങ്ങൾ കാണാൻ ഇഷ്ടമാ, പക്ഷെ കാശ് തരില്ല. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ നമുക്ക് നേരെ കടയിലേക്ക് പോകാമെന്ന്. ഇപ്പൊ മാഡത്തിനോട് എന്താണ് പറയുക? വാ, നമുക്ക് ഇൻസ്പെക്ടർ പാണ്ഡെയുടെ അടുത്തേക്ക് പോകാം. ഇൻസ്പെക്ടർ പാണ്ഡെ എന്തിനാ നമ്മുടെ കാശ് തരുന്നത്? എടാ, നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. സംശയമുണ്ടോ? ഒന്ന് പോക്കടാ. എടാ, പൊക്കാൻ പറഞ്ഞത് എന്നെയാണ്. എന്റെ അമ്മ നടു ഒടിഞ്ഞു. ഇൻസ്പെക്ടർ സാറേ, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഒരു സാധുവിനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവൻ സാധു ഒന്നുമല്ല, കള്ളനാണ്. നടു ഒടിഞ്ഞു. വേഗം പിടിക്ക. എടാ, ഇവിടെ കബഡി മാച്ച് ഒന്നുമല്ല നടക്കുന്നത്. വിടറാ അവനെ. പോലീസുകാർ അവനെ പിടിച്ച് ലോക്കപ്പിനകത്താക്കും. സംശയമുണ്ടോ? എന്റെ അമ്മേ, നടുവടഞ്ഞു. നിങ്ങൾ വരുമ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ അടുത്തുനിന്ന് മോഷണം പോയി. നീ പറഞ്ഞത്
പൈസ പോയി എന്നല്ലേ? അതിനെയാണ് മോഷണം പോയെന്ന് പറഞ്ഞത്. സംശയമുണ്ടോ? ഇൻസ്പെക്ടർ സാറിന് മോഷണം പോയിരിക്കുകയാണ്. എന്ത്? അതെ, ഒരു നാടോടിയുടെ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആരോ എന്റെ പേഴ്സ് അടിച്ചു മാറ്റി. ഞങ്ങൾ ഒരു നാടോടിയുടെ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കാശ് കളവ് പോയത്. സാറേ, ഞാൻ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ കാശ് കളവ് പോയി. ആ നാടോടിയുടേതാണോ? ആ, ശരിയാ. അതെ, അവന്റെ അഭ്യാസം ആരൊക്കെ കാണാൻ പോകുന്നുവോ അവർക്കൊക്കെ മോഷണം പോകുന്നു. പക്ഷെ നാടോടി എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ അഭ്യാസം നടത്തുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും. പക്ഷെ എങ്ങനെ? ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 8000 രൂപയാണ്. ഇന്ന് പിടിച്ചോ. വേറെ 200 രൂപയോ? ഇത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഹായമില്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല. നിങ്ങൾക്കറിയില്ലേ? പക്ഷെ കാശിന്റെ ആവശ്യം ഇപ്പൊ കൂടി നിൽക്കുകയാണ് ആശാനെ. എന്നാ ശരി, എല്ലാവർക്കും ഞാൻ കാശ് കൂടുതൽ തന്നേക്കാം. എടാ ജമ്മുലേ, എല്ലാവർക്കും കാശ് കൂടുതൽ കൊടുക്കടാ. ആശാനി, എന്താണ് ജമുരെ? നമ്മൾ ഇനി അടുത്തെങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിന്ന് നമ്മൾ മാക്സിമം അടിച്ചു മാറ്റി കഴിഞ്ഞു. നാളെ നമ്മൾ പുതിയ സിറ്റിയിലേക്ക് പോകുന്നു. അവിടുന്ന് മാക്സിമം അടിച്ചു മാറ്റുന്നു. ഏയ്. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ കാണൂ. ഇതുപോലത്തെ അഭ്യാസം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അഭ്യാസം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കയ്യിലുള്ള കാശെല്ലാം എടുക്കൂ. ചേട്ടാ, അനിയ, അമ്മവ, എടുക്ക്. 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോ പാൻ മസാല കിട്ടും. പക്ഷേ ആ പൈസ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ വയറിന്റെ വിശപ്പടക്കും. ഏയ്. അപ്പോൾ അവനാണ് കള്ളൻ. വാ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കൂട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചേട്ടന്മാരെ, അനിയന്മാരെ, ഏയ്. എടാ, പോക്കറ്റ് അടിക്കാൻ നോക്കാണോ? കണ്ടോളൂ, ഇവനാണ് കള്ളൻ. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, അതൊക്കെ വിട്ടേക്കൂ. ഇങ്ങോട്ട് നോക്കൂ. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഉടൻ തന്നെ നിങ്ങൾ പോക്കറ്റ് പരിശോധിക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. എന്റെ വാലറ്റ് പോയി. എന്റെ 5000 രൂപയും പോയിരിക്കുകയാണ്. സാർ, ഇവർ പോക്കറ്റടി ഗ്യാങ്ങാ. ദാ ഇവനാണ് ഇവരുടെ എല്ലാവരുടെയും നേതാവ്. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇവന്മാരെ ഒരു കാരണവശാലും വിടരുത്. നല്ലവന്. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓടിക്കോടാ, ജീവൻ വേണേ ഓടിക്കോ. അതാ ഇവന്റെ സഖാക്കൾ ഓടുന്നു. പിടിക്കേ, പിടിക്ക്, പിടിക്ക്. പിടിക്ക്, വിടരുത്. അവരെല്ലാം ഓടുന്നു. വേഗം വാ, പിടിക്കാം. ഇവരെ പിടിക്കുന്നത് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് വെവ്വേറെ ആയിട്ടല്ല, ഒന്നിച്ച് നിന്ന് ആക്രമിക്കാം. സാർ, എന്താണ് ഇത്രയ്ക്ക് താമസിച്ചത്? സോറി, ജീപ്പ് പഞ്ചറായി പോയി. നാട്ടുകാരെ, വീട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്.
നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇവരിനി ജയിലിൽ കിടക്കട്ടെ. അതെ, പോയ മതിയാകൂ.